ഈശോയെ കുരിശിൽ തറച്ചപ്പോൾ ഈശോയെ 2 കള്ളന്മാരുടെ നടുവിലാണ് കുരിശിൽ തറച്ചത്. അതിലൊരു കള്ളനെ നല്ല കള്ളനായിട്ടാണ് പറയുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ നല്ല കള്ളനായിട്ട് കാണുന്നത്? കാരണം കുരിശിൽ കിടന്നുകൊണ്ട് മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവൻ മാനസാന്തരപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇത് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ ആഴത്തിൽ അവൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാനുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? അവൻ ജീവിതത്തിലുടനീളം ഒരു പാപിയായിരുന്നു, അല്ലേ? ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാകില്ല. അവൻ ആത്മീയതയില്ലായിരുന്നു. കാരണം അവനൊരു പാപിയായിരുന്നു, അവനൊരു കള്ളനായിരുന്നു. ഇനി അവൻ ജീവിതത്തിൽ ഒരേ ഒരു തവണ അവൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതെപ്പോഴാണ്? അത് ഈ കുരിശിൽ കിടന്നപ്പോഴാണ് അവൻ പ്രാർത്ഥിച്ചത്, അല്ലേ? കുരിശിൽ കിടന്നുകൊണ്ട് അവൻ എന്ത് പ്രാർത്ഥനയാണ് ചെയ്തത്? ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 42-ാം തിരുലിഖിതത്തിൽ വചനം പറയുന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് അവൻ യേശുവിൻ്റെ മുൻപിൽ സമർപ്പിച്ചത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള അവൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. നിത്യജീവന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. ജീവിതത്തിൽ അവൻ ഒരേ ഒരു തവണയെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആ ഒരേ ഒരു തവണ അവൻ പ്രാർത്ഥിച്ചത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്, നിത്യജീവന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഈ പ്രാർത്ഥന കൊണ്ടാണ് ഈ മനുഷ്യനെ, ഈ കള്ളനെ ഒരു നല്ല കള്ളനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനായിട്ട് കാണുവാനുള്ള കാരണം. അവൻ ആ കുരിശിൽ കിടന്നുകൊണ്ട് സാധാരണഗതിയിൽ എന്തായിരിക്കും പ്രാർത്ഥിക്കേണ്ടത്? അല്ലെങ്കിൽ പോട്ടെ, വേറെ ഒരു മനുഷ്യനാണ് ആ കുരിശിൽ കിടന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെന്താ പ്രാർത്ഥിക്കുക? എങ്ങനെയെങ്കിലും ഈ സഹനം ഒന്ന് മാറ്റിത്തരണമേ, എങ്ങനെയെങ്കിലും ഒന്ന് കുരിശിൽ നിന്ന് ഇറക്കി തരണമേ, ഈ സഹിക്കുന്ന വേദനകളും മരണവും ഒക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ജീവിതത്തിൽ നിന്ന്, ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമേ എന്നായിരിക്കും സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതിൻ്റെ അപ്പുറ സൈഡിൽ നിന്ന് കള്ളൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവനെന്താണ് പറഞ്ഞത്? നീ ക്രിസ്തുവല്ലേ, നീ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ് അവൻ ചെയ്തത്. ഇങ്ങനെ ദുഷിച്ചുകൊണ്ടുള്ളൊരു സംസാരമാണ് അവൻ ചെയ്തത്. പക്ഷേ നല്ല കള്ളൻ അവനെപ്പോലെ ആയിരുന്നില്ല. അവൻ പറയാണ്, നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ, എന്താണ് അതിനർത്ഥം? അവൻ പാപിയാണെന്ന് അവൻ ഏറ്റുപറഞ്ഞു. അവൻ അവൻ്റെ പാപങ്ങളും കുറവുകളും ഈശോയുടെ മുൻപിൽ അംഗീകരിച്ചു എന്നുള്ളതാണ്. 32-ാം സങ്കീർത്തനത്തിന് 5-ാം തിരുലിഖിതം വായിച്ചു നോക്കുക. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, നമ്മുടെ പാപങ്ങൾ നമ്മൾ അംഗീകരിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. നല്ല കള്ളൻ ചെയ്തത് ഇങ്ങനെയാണ്. അവൻ അവൻ്റെ ശിക്ഷയെ ഏറ്റെടുത്തു. ആ ശിക്ഷ അവൻ അംഗീകരിച്ചു, അത് സ്വീകരിച്ചു. എന്നിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. മനോഹരമായ പ്രാർത്ഥന. ജീവിതത്തിൽ ഒരേ ഒരു പ്രാർത്ഥന നടത്തുള്ളൂ. ആ ഒരു പ്രാർത്ഥന അവൻ ചെയ്തത് സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ടാണ്, നിത്യജീവന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഭൗതിക കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് നടത്തിത്തരും. പക്ഷേ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥന എന്താണെന്നറിയാമോ? സ്വർഗരാജ്യം, നിത്യജീവൻ. ആ നിത്യജീവന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഒരിക്കലും ഇല്ലാതായി പോകരുത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് നിത്യജീവന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത്. ഓർക്കുക, അത് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈശോ സഹിച്ചത്. അത് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത്. അത് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ കഷ്ടപ്പാട് മുഴുവൻ സ്വീകരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. കാരണം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈശോ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു നിമിഷം നമുക്ക് കർത്താവിന് മുന്നിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, നല്ല കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ തിരിച്ചറിയുവാനും ആ കുറവുകൾ തിരിച്ചറിഞ്ഞ് നല്ലൊരു കുമ്പസാരം ഈ നോമ്പ് കാലഘട്ടത്തിൽ നടത്താൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗരാജ്യത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി ആഗ്രഹിക്കുവാനുള്ള വലിയൊരു കൃപ എനിക്ക് നൽകണമേ. കർത്താവെ, അങ്ങ് തന്നെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ആദ്യം സ്വർഗരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. തമ്പുരാൻ പറയുന്ന ഇപ്രകാരമാണ്, നീ സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുക, സ്വർഗരാജ്യത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഭൂമി നിനക്ക് ആവശ്യമായതെല്ലാം കർത്താവ് നിനക്ക് നൽകും, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈ ഒരു വലിയ അഭിഷേകം, വലിയൊരു കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട്, ഇങ്ങനൊരു തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ശിരസ്സ് നമിച്ച് ഈ നിമിഷം അതിനു വേണ്ടിയിട്ട് ഒരു ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.